നിങ്ങൾ അറിഞ്ഞോ? UDF-ൽ ചേരാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ പണം മുടക്കി. അത് ഒരു ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സുകാരന്റെ കയ്യിൽ കൈമാറി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ആരാണെന്നറിയുമോ? അതാണ് രസം. സാക്ഷാൽ മന്ത്രിയുടെ അടുത്ത സുഹൃത്തും കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഹഫീസാണ്, സ്വന്തം പാർട്ടിക്കാരൻ. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതില്ലല്ലോ. ആ കുറിപ്പൊന്ന് കേൾക്കാം. UDF-ൽ ചേരാൻ റോഷി അഗസ്റ്റിൻ പണം മുടക്കി. അതൊരു ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സുകാരന്റെ കയ്യിൽ കൈമാറി. ഇതാണിപ്പോൾ മാധ്യമ പ്രവർത്തകർ നമ്മോട് പറയുന്ന മറുപടി. മനുഷ്യനാകണം, ഉയർച്ച കാഴ്ചകൾക്ക് അതീതമായി മനുഷ്യ സ്നേഹം കാണിക്കണം. മുരുകൻ കാട്ടാക്കട ഈ പാടിയത് കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമല്ല, മാർക്സിസത്തെ സ്നേഹിക്കുന്നവരുടെ മാത്രമല്ല, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചവർക്ക് കൂടി വേണ്ടിയാണ്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഉണ്ടടോ. അത് മനസ്സിലാക്കിയിട്ട് കണ്ണ് നിറഞ്ഞുവെങ്കിൽ നിങ്ങളും ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു മനുഷ്യനാണ്. റോഷി കോട്ടയം ജില്ലയിലെ ഒരു കേരള കോൺഗ്രസ്സുകാരന് ഏതാനും ലക്ഷങ്ങൾ കൊടുത്തു. സത്യമായ കാര്യമാണ്. അദ്ദേഹം ഇത് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും കിട്ടിയയാൾ അത് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയ ആൾ ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വലിയ അപകടം നടന്നു. അപകടം നടന്ന ഉടൻ തന്നെ അദ്ദേഹം അറിയിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിനെയാണ്. അപകടം നടന്ന ബന്ധുവിനെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ ആശുപത്രിയിലേക്ക് റോഷി ഒന്നല്ല പലതവണ ബന്ധപ്പെട്ടു. ഇടയ്ക്ക് മന്ത്രി ഫോൺ എടുക്കാതെ വന്നപ്പോൾ എന്റെ ഫോണിലേക്ക് ആശുപത്രി അധികൃതർ വിളിച്ചു ചോദിച്ചിരുന്നു. മന്ത്രിയെ ഫോണിൽ കിട്ടുന്നില്ല, എന്താണ് സംഭവം? മന്ത്രി അതിനിടയിൽ ഒരു മീറ്റിംഗിലായി പോയി. അദ്ദേഹം ആദ്യം അവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചത് എന്റെ ഫോണിൽ നിന്നാണ്. ആ നമ്പർ ട്രേസ് ചെയ്താണ് ആശുപത്രി അധികൃതർ എന്നെ വിളിക്കാനിടയായത്. അതിനുശേഷം ആ പേഷ്യന്റിന്റെ അവസ്ഥ വളരെ ഗുരുതരമായ നിലയിലെത്തി. മറ്റൊരു പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ബില്ല് വന്നു. റോഷി അഗസ്റ്റിനെ പോലെ തന്നെയാണ് ആ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവും. അദ്ദേഹം ജനപ്രതിനിധിയായ കാലത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു ചായ പോലും മേടിച്ചു കുടിക്കില്ലായിരുന്നു. മന്ത്രിക്കിപ്പോൾ നല്ല കടമുണ്ട് എന്ന് അയാൾക്കും അറിയാം. പക്ഷെ ഡിസ്ചാർജ് ചെയ്യാൻ പണം വേണം. ആശുപത്രി അധികൃതരോട് ഒന്ന് അവധി പറയണമെന്ന് മാത്രമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മന്ത്രി പറഞ്ഞത്, നീ സമാധാനമായിരിക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. മന്ത്രിയുടെ ശമ്പളവും ഭാര്യയുടെ കയ്യിലുള്ളതും എല്ലാം കൂടി ചേർത്തിട്ട് തികയാതെ വന്നപ്പോൾ ബാക്കി പണം ബാങ്കിൽ നിന്ന് സ്വർണ്ണപ്പണയം വഴിയാണ് കണ്ടെത്തി കൊടുത്തത്. അത് രാഷ്ട്രീയം നോക്കിയല്ല. അദ്ദേഹം പറഞ്ഞു, റോഷി അയാളെ സഹായിച്ചു, അതുകൊണ്ട് വലിയ സഹായമായെന്ന്. കറുത്തത് ഛർദിച്ചത് കാക്കിയെ ഛർദിച്ചതായതുകൊണ്ട് ഇത് കോട്ടയത്തെ ഒരു പത്രലേഖകന്റെ കയ്യിൽ കിട്ടി. അയാൾ അതിന് പൊടുപ്പും തൊമ്മലും വെച്ചു. ജലസേചന വകുപ്പ് കൊണ്ട് പാർട്ടി കെട്ടിപ്പടുത്ത മഹാന്മാരുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ. അവിടെയാണ് തന്റെ കടവും പലിശയും പോലും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ കഴിയുന്ന ഒരു മന്ത്രി. 5 പൈസയുടെ അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് ആ വകുപ്പ് ഭരിക്കുന്നത്. അദ്ദേഹം ജോസ് കെ മാണി സാറുമായി വിഷയമാണെന്നാണ് ആദ്യം പറഞ്ഞത്. റോഷി തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, KM മാണി സാറിനെ കേരള കോൺഗ്രസിന്റെ ഉന്നതങ്ങളിൽ എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേ ചട്ടക്കൂട്ടിൽ തന്നെയാണ് ജോസ് കെ മാണിയെ ഞങ്ങൾ കാണുന്നതെന്ന്. അന്നടഞ്ഞ വായ്കൾ ഇപ്പോൾ തുറന്നു വരുന്നുണ്ട് കുത്തിത്തിരിപ്പിന് വേണ്ടി. ഒന്നുമല്ല, അവർ രണ്ടുപേരും KM മാണി സാറിന്റെ മക്കളാണ്. ഒരാൾ ജന്മം കൊണ്ട്, മറ്റേയാൾ കർമ്മം കൊണ്ട്. ഇന്നലെ KM മാണി സാറിന്റെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിലാക്കി നിയമസഭയുടെ പുസ്തകോത്സവം വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്ന അവസരത്തിന് മാണി സാറുമായുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളും കൈപിടിച്ചു വളർത്തിക്കൊണ്ടുവന്നതുമെല്ലാം അദ്ദേഹം സ്പീക്കർ M ഷംസീറിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായി വിവരിക്കുകയുണ്ടായി. നന്മയുടെയും നന്ദിയുടെയും മറ്റൊരു പര്യായമാണ് റോഷി അഗസ്റ്റിൻ. ചിലപ്പോൾ ഈ പോസ്റ്റ് കണ്ടാൽ ഞാൻ പൈസ കൊടുത്ത് കാര്യം നീ എന്തിനാണ് എഴുതിയത് എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. വിളിച്ചോട്ടെ, അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. 15 വയസ്സിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. തെറ്റ് കണ്ടാൽ തിരുത്താനാണ് ജ്യേഷ്ഠ സഹോദരന്മാർ. പക്ഷെ ഇതിൽ തെറ്റില്ല. ഇത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞില്ല എങ്കിൽ ഞാൻ അത് ചെയ്യുന്ന മഹാപരാധമാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നിൽക്കാമായിരുന്നു. ഇതൊന്നും അറിയാത്ത ഭാവം നടിക്കാമായിരുന്നു. തന്റെ കയ്യിലെ ശമ്പളവും ഭാര്യയുടെ ശമ്പളത്തിന്റെ നീക്കിബാക്കിയും ഇനി ആകെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരൽപ്പം സ്വർണവും പണയം വെച്ച് തന്നെയാണ് അദ്ദേഹം സുഹൃത്തിനെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാരനെ സഹായിച്ചത്. അതിന് മറ്റൊരർത്ഥം കാണേണ്ട. എന്റെ മകന് അപകടം സംഭവിച്ചപ്പോഴും ഒന്നല്ല 15 തവണയെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ആശുപത്രി അധികൃതരെ വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഓടി എന്റെ മകന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിന്റെ കുടുംബത്തിന്റെ ഒത്തൊരുമയാണ്.
നമ്മളൊക്കെ പല കേരള കോൺഗ്രസിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒന്നാണ്, നാളെ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് എന്നുള്ള ചിന്താഗതി അടിസ്ഥാന കേരള കോൺഗ്രസുകാരിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഏറ്റവും പ്രായം കൂടിയ കേരള കോൺഗ്രസ് നേതാവിന്റെ കാലം കഴിയുമ്പോൾ എല്ലാ കേരള കോൺഗ്രസുകളും ഒന്നാകും, ഇടതുപക്ഷത്തിന് ശക്തിയാകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ദയവായി തന്തയില്ലായ്മ പ്രചരിപ്പിക്കരുതെന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. KM മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിയിൽ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ചെയർമാന്റെ താഴെയാണ് പാർട്ടി സംവിധാനമെന്ന്. അതുകൊണ്ടാണ് KM മാണി സാർ മരണപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും ആ സ്ഥാനം പിടിച്ചെടുത്തു പോകാൻ ഔസേപ്പച്ചൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ സഹോദര തുല്യരായി രണ്ടു നേതാക്കന്മാർ ഞങ്ങൾക്ക് മുന്നിൽ നിലയുറപ്പിക്കുമ്പോൾ ഒരാൾ പണം നൽകി മറ്റൊരാളെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ വാർത്ത പ്രചരിക്കുമ്പോൾ യാഥാർത്ഥ്യം എനിക്ക് വിളിച്ചു പറഞ്ഞേ പറ്റൂ. റോഷി സുഹൃത്താണ്. ജോസ് കെ മാണി സാർ അങ്ങനെയല്ല, പാർട്ടിയുടെ ചെയർമാനാണ്. മാണി സാറിനെ കാണുന്നത് പോലെ അദ്ദേഹത്തെ കാണുന്നു. ഇത് ഹഫീസ് എന്ന കേരള കോൺഗ്രസുകാരന്റെ വികാരമല്ല, മറിച്ച് ഇത് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്റെയും വികാരമാണ്. 16-ാം തീയതി പാർട്ടിയുടെ കമ്മിറ്റി കൂടുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ജാഥയുടെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. സ്ഥാനാർത്ഥി ചർച്ചകൾ പോലും അന്ന് അവിടെ നടക്കില്ല. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ വാർത്ത കൊടുക്കാം, പക്ഷെ എന്റെ മുന്നിൽ വന്നാൽ ചിലപ്പോൾ വാർത്ത വേറെയാണ്. കേട്ടല്ലോ, ആടിനെ പട്ടിയാക്കുന്ന കാലമാണിതെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയും നട്ടാൽ കുറുക്കാത്ത പെരും നുണകൾ പടച്ചുവിടുന്നു. ഏതായാലും സത്യം വെളിപ്പെടുത്തിയ ഹഫീസിന് കൊടുക്കാം ഇന്നത്തെ കുതിരപ്പവൻ.